റൈറ്റേഴ്സിനോടാണ്. അതായത് എഴുതുമ്പം ഇപ്പോഴത്തെ സമയത്ത് ക്ലയൻറ്റ്സ് പറയുന്ന ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് AI കോണ്ടൻറ്റ് പാടില്ല എന്ന് പറയും അല്ലേ? അപ്പോൾ മിക്കവാറും റൈറ്റേഴ്സ് തന്നെ AI കോണ്ടൻ്റ് ഒന്നും ഉപയോഗിക്കാതെ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്ത് തന്നെയാണ് എഴുതുന്നത്. സോ അത് നമുക്കല്ലെന്ന് പറയാനായിട്ട് പറ്റില്ല. പക്ഷേ പലപ്പോഴും നമ്മളത് AI ഡിറ്റക്ടറിൻ്റെ റിസൾട്ട് വേണമെന്ന് പല ക്ലയൻറ്റ്സ് നമ്മളോട് ഡിമാൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കോണ്ടൻറ്റ് തരുമ്പോഴത്തേനും AIയുടെ കോണ്ടൻറ്റ് എത്ര ഉണ്ടെന്നൊന്ന് നോക്കണം, പ്ലേജറിസം ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ പറയാറുണ്ട്. അപ്പോൾ പലപ്പോഴും തന്നെ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ഒരു ഇഷ്യൂ ആയിരിക്കും. ഇതിപ്പം റൈറ്റേഴ്സ് മാത്രമല്ല, മേ ബി ഡിസൈൻ ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ കോണ്ടൻറ്റ് ചെയ്യുന്നവരുണ്ട്, ഇപ്പം ബിസിനസ് സൈഡിൽ നിൽക്കുന്നവർ കോണ്ടൻറ്റ് ചെയ്യുന്നവരുണ്ടാവുമായിരിക്കും. അപ്പോൾ കോണ്ടൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോഴത്തേനും പ്ലാറ്റ്ഫോംസിലേക്ക് നോക്കുമ്പോഴത്തേനും അതിൽ മിക്കവാറും തന്നെ ഈവൻ നിങ്ങൾ റിസർച്ച് ചെയ്ത് കഷ്ടപ്പെട്ട് എഴുതിയതാണെങ്കിൽ പോലും അതിൽ ചിലപ്പോൾ ഒരു 20 അല്ല 30 അല്ലെങ്കിൽ 50% വരെ AI കോണ്ടൻ്റ് ആണ് എന്ന് പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ടായിരിക്കും. നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങൾ ഓർക്കത് എന്താ, ഞാൻ തന്നെ എഴുതി, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് എഴുതിയിട്ട് എന്താ ഇതിങ്ങനെ വരുന്നത് എന്നൊരു ചോദ്യമൊക്കെ നിങ്ങളുടെ മൈൻഡിലുണ്ടാവും. അപ്പോൾ ബേസിക്കലി അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് പറയാം. അതായത് ഒരു AI ഡിക്റ്റേറ്റേഴ്സും 100% ആക്യുറേറ്റ് അല്ല. അത് ഒന്നാമത്തെ കാര്യം. ഇത് നിങ്ങൾ മാത്രമല്ല, നിങ്ങളോട് സംസാരിക്കുന്ന ക്ലയൻറ്റിനോടും കൂടി നിങ്ങൾക്കിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇത് കാണുന്ന ക്ലയൻറ്റ്സ് ഉണ്ടെങ്കിൽ, ഒരു കമ്പനി അത് കോണ്ടൻറ്റ് അസൈൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും കൂടി കേൾക്കാനായിട്ടാണ് പറയുന്നത്. ഒരു AI ഡിക്റ്റേറ്റേഴ്സും 100% ആക്യുറേറ്റ് അല്ല. എത്ര നമ്മൾ കഷ്ടപ്പെട്ട് എഴുതിയാലും അതിൽ AI ഡിറ്റക്ഷൻ കാണിക്കും. അതിൻ്റെ ബേസിക് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, AIനെ ട്രെയിൻ ചെയ്യുന്ന കുറേ സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. ഒരു ലാംഗ്വേജ് ട്രെയിനിങ് ഉണ്ട് AIക്ക്. അപ്പം ഏകദേശം മനുഷ്യൻ തന്നെയാണ് ഈ ലാംഗ്വേജ് ട്രെയിനിങ് ചെയ്യുന്നത്, റൈറ്റ്? AI ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന മനുഷ്യനാണ്. സോ അതിലേക്ക് വേണ്ട ഇൻപുട്ട് കൊടുക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ ഈ പറയുന്ന കുറേ റൈറ്റേഴ്സും അല്ലെങ്കിൽ കുറേ ആളുകളുടെ ഈ കോമൺ ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന സെൻറ്റൻസ് സ്ട്രക്ചർ, കോംപ്ലിക്കേറ്റഡ് സെൻറ്റൻസ് സ്ട്രക്ചർ, C1 ലെവൽ സെൻറ്റൻസ് സ്ട്രക്ചർ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഈ പറയുന്ന AIക്ക് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ട്രെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതെല്ലാം മനുഷ്യനല്ലേ ചെയ്യുന്നത്, മനുഷ്യൻ തന്നെയാണ് ഇത് ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ സെയിം സെൻറ്റൻസ് സ്ട്രക്ചർ വേറൊരു ഹ്യൂമൻ ബീയിങ്ങിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് AIക്ക് മാത്രമല്ല, ഈ സെയിം സെൻറ്റൻസ് സ്ട്രക്ചർ വേറൊരു മനുഷ്യനും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ മനുഷ്യൻ ക്രിയേറ്റ് ചെയ്യുന്ന സെൻറ്റൻസുകൾ AIക്ക് നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പം AI അതിനനുസരിച്ചിട്ട് അത് സേവ് ചെയ്ത് വെച്ച് അതിനനുസരിച്ചിട്ട് ജനറേറ്റീവ് AIകൾ കോണ്ടൻറ്റ് ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ ഈ സെൻറ്റൻസ് സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടാണ് ആക്ച്വലി പറയുന്ന ഇത് AI കോണ്ടൻറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറയുന്നത്. ഇത് 100% AI കോണ്ടൻറ്റ് ആണെന്ന് ഒരു ഡിക്റ്റേറ്റേഴ്സും പറയുന്നില്ല. ഇൻസ്റ്റെഡ് അവർ പറയുന്നത് ഇത് AI കോണ്ടൻറ്റ് ആവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അതിനർത്ഥം AIക്ക് കൊടുത്തിരിക്കുന്ന പോലത്തെ ഒരു സെൻറ്റൻസ് സ്ട്രക്ചറാണ് ആ റൈറ്റർ എഴുതിയിരിക്കുന്നത് എന്നാണ്. അപ്പോൾ അതിൽ ഒരിക്കലും അത് AIയുടെ കോണ്ടൻറ്റ് ആണെന്ന് നിർബന്ധമില്ല. അവർ ഇൻപുട്ട് കൊടുക്കുന്നത് പോലത്തെ ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ വേറൊരു ഹ്യൂമൻ ബീയിങ് ക്രിയേറ്റ് ചെയ്തു, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് മോസ്റ്റ് പ്രോബബിലി ഈ പറയുന്ന AI കോണ്ടൻറ്റ് ആണ് എന്നുള്ള രീതിയിലേക്ക് അതൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഒരു റൈറ്റേഴ്സിനെയും അതിൻ്റെ പേര് ഡീഗ്രേഡ് ചെയ്യരുത്. റൈറ്റേഴ്സ് മാത്രമല്ല, കോണ്ടൻറ്റ് എഴുതുന്ന ഒരാളും അവർ ഇൻപുട്ട് എടുത്തിട്ട് തന്നെയാണ് എഴുതുന്നത്. മോസ്റ്റ് റൈറ്റേഴ്സ്, ഓക്കെ, അല്ലാതുള്ളവരുണ്ടാവുമായിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ മോസ്റ്റ് റൈറ്റേഴ്സ് അവരവരുടെ വർക്കിൽ 100% ഡെഡിക്കേറ്റഡ് ആണ്. അപ്പോൾ അവരതങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും അതിൻ്റെ പേരിൽ ഡിഗ്രേഡ് ചെയ്യാണ്ടിരിക്കുക. അതുപോലെ തന്നെ ഒരു 20% AI കോണ്ടൻറ്റിൻ്റെ ഇത് കാണിച്ചാലും അത് പ്രശ്നമൊന്നുമല്ല. അതൊരിക്കലും സെർച്ച് എൻജിൻസിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ SEOനെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല. ബാക്കി 80% ഹ്യൂമൻ കോണ്ടൻ്റ് ആയിരിക്കും. അപ്പോൾ റൈറ്റേഴ്സ് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, 20% എബോവ് ആയിട്ട് നിങ്ങൾ AI കോണ്ടൻറ്റ് ഉണ്ടെന്ന് കാണിച്ചാൽ ആ സെൻറ്റൻസ് സ്ട്രക്ചർ ഒന്ന് മാറ്റാൻ ശ്രമിക്കുക, എഡിറ്റ് ചെയ്യുക. ആൻഡ് ഓഫ് കോഴ്സ് അതൊരു 100% സക്സസ് ആണ്. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ പുതിയ അപ്ഡേറ്റ്സിനായിട്ട് വെയിറ്റ് ചെയ്യുക. ആൻഡ് ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട.